ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് ഭീഷണിമുക്തമായി തുറന്നു കൊടുക്കാൻ 48 മണിക്കൂർ സമയമാണ് ഇറാന് നൽകിയിരിക്കുന്നത്. അല്ലാത്തപക്ഷം ഇറാന്റെ പവർ പ്ലാന്റുകൾ ഒന്നൊന്നായി ഇല്ലാതാക്കുമെന്നും ബുഷറിലെ ആണവ നിലയമായിരിക്കും അമേരിക്കയുടെ ആദ്യ ലക്ഷ്യമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാന്റെ സൈനിക ശേഷി ഇതിനോടകം തന്നെ അമേരിക്ക തകർത്തു കഴിഞ്ഞതായും രാജ്യം ഇപ്പോൾ പ്രതിരോധമില്ലാത്ത അവസ്ഥയിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ നാവിക വ്യോമസേനകൾ പൂർണ്ണമായും നിശ്ചലമായെന്നും അവരുടെ നേതൃത്വം തന്നെ ഇല്ലാതായെന്നും ട്രംപ് പറയുന്നു. നിശ്ചയിച്ചതിനും ആഴ്ചകൾക്ക് മുൻപേ ലക്ഷ്യം കൈവരിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസിന്റെ വിലയിരുത്തൽ. എന്നാൽ യുദ്ധം അവസാന ഘട്ടത്തിലാണെന്ന് ഒരു വശത്ത് പറയുമ്പോഴും മേഖലയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെയും 2500 മറീനുകളെയും അയക്കാൻ അമേരിക്ക തീരുമാനിച്ചത് വലിയ അനിശ്ചിതത്വത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇറാന്റെ ഏക ആണവ നിലയമായ ബുഷറിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ രാജ്യത്തെ പൂർണ്ണമായി ഇരുട്ടിലാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവില കുതിച്ചുയർന്നതും ഓഹരി വിപണിയിലുണ്ടായ തകർച്ചയും ട്രംപിനെ കടുത്ത നടപടികളിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കി എന്ന വിചിത്രമായ വാദവും ട്രംപ് ഉയർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ സാഹചര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് വെള്ളിയാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ശനിയാഴ്ചയോടെ നിലപാട് കൂടുതൽ കർക്കശമാവുകയായിരുന്നു. ഇറാനിലെ ആയുധപ്പുരകളും മിസൈൽ ലോഞ്ചറുകളും തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ ഭീഷണി ഇല്ലാതാക്കുന്നതിനുമാണ് സൈന്യം മുൻഗണന നൽകുന്നതെന്ന് സെൻട്രൽ കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കി. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലകളിൽ പോലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ഇറാനെതിരെ കടുത്ത സൈനിക നീക്കം നടത്തുമ്പോൾ തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ മേലുള്ള ഉപരോധത്തിൽ അമേരിക്ക ഇളവ് വരുത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തി. കടലിൽ കെട്ടിക്കിടക്കുന്ന 14 കോടി ബാരലോളം എണ്ണ വിപണിയിലെത്തിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു കൈകൊണ്ട് ബോംബിടുകയും മറു കൈകൊണ്ട് എണ്ണ വാങ്ങുകയും ചെയ്യുന്നത് എന്തുതരം നയമാണെന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി നാൻസി മെയ്സ് പരസ്യമായി ചോദിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ നഗരത്തെ പുകപടലങ്ങളാൽ മൂടിയിരിക്കുകയാണ്. ഷാർഖ് ഗൾഫ് പോലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ച് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ തിരച്ചിലും തുടരുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഒരേ സമയം ഇറാനെ ലക്ഷ്യമിടുന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. മേഖലയിലെ സമാധാനം പൂർണ്ണമായി തകർന്ന നിലയിലാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ഉത്തരവാദിത്തം അത് ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്ക മാത്രം ലോകത്തിന്റെ കാവൽക്കാരാകേണ്ടതില്ലെന്നും എന്നാൽ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടാൽ സഹായം നൽകാമെന്നും അദ്ദേഹം പറയുന്നു. സംഘർഷം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധച്ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതും അമേരിക്കയെ വലയ്ക്കുന്നുണ്ട്. ഇറാനിലെ സൈനിക നീക്കങ്ങൾക്കായി ഏകദേശം $200 ബില്യൺ അധികമായി അനുവദിക്കണമെന്നാണ് പെന്റഗൺ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കര യുദ്ധത്തിലേക്ക് അമേരിക്ക ഉടനടി കടക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും പ്രത്യേക സേനയെ ഉപയോഗിച്ചുള്ള രഹസ്യ നീക്കങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടി യുദ്ധക്കളത്തിൽ സജീവമായതോടെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഖ്യകക്ഷികൾക്ക് ഈ ഹെലികോപ്റ്ററുകൾ വലിയ കരുത്താണ് നൽകുന്നത്. എങ്കിലും ഇറാന്റെ പ്രത്യാക്രമണ സാധ്യതകളെ അമേരിക്കൻ സൈന്യം ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ തന്റെ വിജയത്തെ കുറച്ചു കാണിക്കുകയാണെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇറാൻ ഭരണകൂടം ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ താൻ അതിന് താല്പര്യപ്പെടുന്നില്ല എന്നും ട്രംപ് അവകാശപ്പെടുന്നു. ലോകം ഉറ്റുനോക്കുന്ന 48 മണിക്കൂർ സമയപരിധി അവസാനിക്കുമ്പോൾ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. വൈദ്യുതി നിലയങ്ങൾ തകർക്കപ്പെട്ടാൽ ഇറാനിലെ ജനജീവിതം സ്തംഭിക്കുമെന്നത് ഉറപ്പാണ്. ആഗോള എണ്ണ വിപണിയിലെ അസ്ഥിരത ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ദീർഘകാലം അടഞ്ഞിടുന്നാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. ട്രംപിന്റെ അന്ത്യശാസനവും ഇറാന്റെ പിടിവാശിയും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇറാൻ മണ്ണിൽ വലിയ സ്ഫോടനങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ലോകം.